റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബിജെപിയിൽ പടയൊരുക്കം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ അവധാനത ഉണ്ടായില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ എടുത്തുചാടി കന്യാസ്ത്രീകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്നാണ് വിമർശനം. വി മുരളീധരൻ, പി കെ കൃഷ്ണദാസ് വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ എതിർപ്പറിയിച്ചേക്കും. ഇതിനിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് ശരിയാണോ എന്ന ചോദ്യത്തിന് കൈകാര്യം ചെയ്തവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു വി മുരളീധരന്റെ മറുപടി. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുള്ളതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ഇതിലിപ്പം വിശ്വ ഹിന്ദു പരിഷത്തും ഒപ്പം തന്നെ സ്വാമി ചിദാനന്ദപുരിയും ഉൾപ്പെടെ എനിക്കറിയാത്തൊരു കാര്യമാണ് അത്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് സംസാരിക്കും. ഇപ്പം FIR റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അതിന് പിന്തുണ BJPയുടെ ഭാഗത്ത് ആ പറയുന്ന ആളുകൾ പറയും. TV പ്രസാദും ദീപക് മലയമ്മയുമുണ്ട്. ആദ്യം ദീപകിലേക്കാണ്. ദീപക്, വി മുരളീധരന്റെ പ്രതികരണം, ഇതിലൊന്നും തനിക്ക് ഉത്തരവാദിത്തമില്ല, ഒരേ ഒരു നേതാവ്, അത് സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തം എന്ന രൂപത്തിലാണോ ഈ പ്രതികരണം വരുന്നത്? സ്മൃതി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം നമ്മൾ കൃത്യമായി തന്നെ വി മുരളീധരനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഈ വിഷയത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടോ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രസിഡന്റ് കൃത്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. അത് ഹിന്ദു സംഘടനകളെല്ലാം തന്നെ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ആ ഘട്ടത്തിൽ തന്നെ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പറയാൻ പോലും തയ്യാറായില്ല എന്നുള്ളതിനപ്പുറത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിൽ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, അതിനപ്പുറത്ത് അഭിപ്രായം പറഞ്ഞ ആളുകൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്നുള്ള മറുപടിയാണ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മൾ ചോദിച്ചിരുന്നത് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഈ FIR, നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR റദ്ദ് ചെയ്യാൻ BJPയുടെ സഹായം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിലും അദ്ദേഹം കൃത്യമായ മറുപടിക്ക് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് തനിക്ക് അറിയാത്തൊരു വിഷയമാണ് ഇത് കൈകാര്യം ചെയ്തവരോട് തന്നെ സംസാരിക്കണം എന്നുള്ള നിലപാട് വി മുരളീധരൻ സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ BJPക്ക് അകത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ പരസ്യമായെങ്കിൽ അല്ലെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പുകൾ ഒരു പരിധിവരെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുകൂടി വേണം ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഇതേ വിഷയം തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ FIR റദ്ദ് ചെയ്യണമെന്നുള്ള കന്യാസ്ത്രീകളുടെ ആവശ്യത്തിനോട് BJP സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇതിനപ്പുറത്ത് ഒന്നും പറയാനില്ല എന്നുള്ള മറുപടി മാത്രമാണ് വി മുരളീധരൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളോട് ഏത് നിലയ്ക്കായിരിക്കും മറ്റ് നേതാക്കൾ പ്രതികരിക്കുക എന്നുള്ളത് അറിയാനുമുണ്ട്. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് തന്നെ ഇഷ്ടപ്പെടാതിരുന്ന മറുവിഭാഗം ഇതൊരു അവസരമാക്കി എടുത്തിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഇതിപ്പോൾ കന്യാസ്ത്രീ വിഷയം വന്ന ഘട്ടം മുതൽ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൂടെ പിന്തുണയോടുകൂടി മറുവിഭാഗം പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകളായി, മുഖമില്ലാത്ത പ്രതികരണങ്ങളായി, കാർഡുകളായി ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസാദ്, ഉറപ്പായും ശ്രുതി, ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന്, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് എല്ലാം വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് പരിവാർ സംഘടനകൾ ഒറ്റക്കെട്ടായി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശബ്ദമുയർത്തുന്നത് നമ്മൾ കാണുകയാണ്. ഇതിലൊരു ഗുരുതരമായ പ്രശ്നമുള്ളത് ശ്രുതി, ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം കൃത്യമായി കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് വലിയ സംഘടനാ പരിചയം ആവശ്യമാണ്. അങ്ങനെ ഒരു സംഘടനാ പരിചയം തീരെ ഇല്ലാത്ത ആളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. അതായത് വർഷങ്ങളോളം സംഘടന നയിച്ചതിന്റെ അനുഭവ പാരമ്പര്യമുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട്. അതിൽ കോർ കമ്മിറ്റിയുടെ അഭിപ്രായം തേടിയില്ല, പരിവാർ സംഘടനകളുടെ അഭിപ്രായം തേടിയില്ല, പ്രധാനപ്പെട്ട നേതാക്കളോടൊന്ന് ഡിസ്കസ് ചെയ്യുക പോലും ചെയ്തില്ല. കാരണം കേരളത്തിൽ ഒരുപാട് നാളുകളായി BJP ഒരുപാട് അധ്വാനിച്ച് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ ചേർക്കാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കെ അതിന് തിരിച്ചടിയാകുന്ന ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. സ്വാഭാവികമായി അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള വാള് എന്ന്. അതിനെ കൈകാര്യം ചെയ്യാൻ ശരിയായ നിലയിലുള്ള ഒരു കൂടിയാലോചന നടക്കേണ്ടിയിരുന്നു. അത് BJPയിലായാലും മറ്റ് പാർട്ടിയിലായാലും നേതാക്കന്മാർ കൂടിയാലോചിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക. പാർട്ടി
പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാകുന്നു എന്ന് തോന്നിയാൽ അടിയന്തരമായി അവർ യോഗം ചേരും, മറ്റുള്ളവരുമായി സംസാരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തീരെ ജൂനിയറായ, അവരുടെ പാർട്ടിയിൽ വലിയ സ്ഥാനമുണ്ടെങ്കിൽ പോലും ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും മാത്രം അറിയിച്ചുകൊണ്ട് പാർട്ടി നേതാക്കളെ ആരെയും അറിയിക്കാതെ കന്യാസ്ത്രീകൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ പോലും എല്ലാ ആളുകളുടെയും വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട്, വിശ്വാസം എടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരന് കടക്കാമായിരുന്നു. അങ്ങനെ ക്രിസ്തീയ ജനവിഭാഗങ്ങളെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം അതുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. പക്ഷേ അതൊന്നും ചെയ്യാതെ അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും മാത്രം ചുമതലപ്പെടുത്തിക്കൊണ്ട് ത്രിമൂർത്തികൾ ചേർന്നുള്ള ഓപ്പറേഷൻ എന്നാണ് BJPയിലെ മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. സംഘടനാ പരിചയം തീരെയില്ലെങ്കിൽ സ്വാഭാവികമായി മുതിർന്ന നേതാക്കളോട് കൂടിയാലോചിക്കണ്ടേ എന്നാണ് നേതാക്കൾ എല്ലാവരും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത്. അതിന്റെ ഒരു വലിയ കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ആ സംസ്ഥാനത്തെ BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു നേതാക്കൾ വിശ്വസിക്കുന്നത്. തീർന്നില്ല സ്മൃതി. ഇനിയിപ്പോൾ വി മുരളീധര പക്ഷവും PK കൃഷ്ണദാസ് പക്ഷവും ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ കൂടി പോവുകയാണ്. അവിടെ നിന്ന് എന്താകും നീക്കം എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ സ്വന്തം നിലയിൽ മുന്നോട്ട് പോയി രാജീവ് ചന്ദ്രശേഖർ. അതിന്റെ തിരിച്ചടി രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന്, ചിലരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്പസമയം മുമ്പ് വി മുരളീധരന്റെ വാക്കുകളിൽ എല്ലാമുണ്ട് സ്മൃതി. കാരണം അത് കൈകാര്യം ചെയ്തവരോട് ചോദിക്കണം എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്ത് ഒരുപാട് വർഷമായി സംഘടനാ പരിചയമുള്ള നേതാക്കളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്റെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന്റെ 2 പേരെ കൊണ്ട്, ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും കൊണ്ട് മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു എന്നുള്ളിടത്താണ് രാജീവ് ചന്ദ്രശേഖരന് പിഴച്ചത്. അതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. നമ്മളെല്ലാവരും കണ്ടതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓരോ ക്രിസ്തീയ വിഭാഗങ്ങളെയായി കൂടെ ചേർത്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ തൃശൂരിൽ ഒരു MPയെ കിട്ടുന്ന നിലയിലേക്ക് BJPയുടെ സംഘടനാ പ്രവർത്തനം മാറിയിട്ടുണ്ട്. നേരത്തെ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും എടുത്തിട്ടുള്ള പണി പൂർണ്ണമായി വെള്ളത്തിലാക്കുന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനമുണ്ടായത് എന്നുള്ളതാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. PK കൃഷ്ണദാസ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ PK കൃഷ്ണദാസിനും ഇതിലെതിരഭിപ്രായമുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ BJP ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഈ വിഷയം എത്തിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാന ഉത്തരവാദി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണെന്ന് നേതാക്കൾ ഒന്നടങ്കം പറയുകയാണ്. BJPയിൽ രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചനകളായി പ്രതികരണം വരികയാണ്. വി മുരളീധരന്റെ പ്രതികരണം, പാർട്ടിയിൽ നടക്കുന്ന പടയൊരുക്കം. വിശദാംശങ്ങളാണ് ദീപക് മലമയും JV പ്രസാദും നൽകിയത്.